ഗൈസ് എന്തൊക്കെയാണ് ഇഷ്ടം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് ഡെസേർട്ടായ കീമാത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതിലേക്കൊരു 1/2 ഗ്ലാസ് പാൽ ഒഴിക്കാം. പാല് 1 സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ഈസ്റ്റ് നമ്മൾ നല്ലത് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈസ്റ്റൊക്കെ ഇട്ടിട്ട് പാലൊക്കെ അത്യാവശ്യം മിക്സ് ആയിട്ടുണ്ട്. അതിൽ നമുക്കൊരു 2 സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. തൈര് നല്ലൊന്ന് മിക്സ് ചെയ്യാം. വലിയ ഗ്ലാസ്സൊക്കെ ചെയ്ത് നിങ്ങൾ നമ്മളെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും നമ്മൾ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് കാണാൻ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കുക. എല്ലാം അയച്ചോളും. എന്നിട്ട് നമ്മൾ ഇപ്പോൾ വരുന്നതായിരിക്കും. നല്ല മിക്സ് ആയതിനു ശേഷം നമുക്ക് കുറച്ച് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഏകദേശം ഒരു 300 ഗ്രാം മൈദ ഉണ്ടാവും കേട്ടോ. ഇത് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല, നമ്മൾ ഈ പാലിലാണ് എല്ലാം. ഇന്നത്തെ പാലിലാണ് മിക്സ് ചെയ്തത്. നമുക്ക് കഴിക്കാനാണ്. അപ്പം നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിക്കോളൂ. വൈകുന്നേരമൊക്കെ നല്ല സൂപ്പർ സാധനമാണ്. അതാണ് അറബിക് കീമാത്താണ്. കീമാത്ത് ഒക്കെ പറയും. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കീമാത്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പേപ്പറിൽ കടായിൽ ഓയിൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒരു അച്ചിലിടും. എനിക്ക് ഏത് ആകൃതിയിൽ ഉണ്ടാക്കാം, കുഴപ്പമില്ല. നമ്മളൊരു അമീബ സ്റ്റൈൽ ഉണ്ടാക്കുന്നത്. കാരണം ഈ അമീബ പോലെ ആവും. ആദ്യം ഇങ്ങനത്തെ പാത്രം എടുക്കുമ്പോൾ ഒന്ന് സ്പൂര് കുറച്ച് ഓയിൽ അതിൽ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ ഇതുപോലെ കിട്ടും. നല്ല ഒട്ടിപ്പിടിക്കുന്നതാണ്. ചെറിയ ബോളാക്കിയാൽ മതി. അത്യാവശ്യം വലിപ്പം വരുന്നു. പരമാവധി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു രണ്ട് കയ്യിൽ വേണ്ടി വരും കേട്ടോ. അച്ചൊക്കെ വരുന്നുണ്ട് എങ്ങനെ റൗണ്ട് ചെയ്യാന്നൊക്കെ. പക്ഷെ നമ്മൾ അച്ചൊന്നുമില്ല. നമ്മളെ എങ്ങനെ കിട്ടുന്നു കൂടുതൽ കോരിയിടണം. അപ്പോൾ നമ്മുടെ കീമാത്ത് ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഷുഗർ സിറപ്പിന് ഒരു കുറച്ച് വെള്ളം വെച്ചിട്ട് 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നല്ല പറ്റിക്കുക. അതിലേക്ക് ആവശ്യത്തിന് മനസ്സിലായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അറബിക് ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പഞ്ചസാരയിൽ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഒരു പട്ട, ഒരു ഗ്രാമ്പൂ, ഒരു ഏലക്ക നല്ല മിക്സായി പൊടിച്ചിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് ലൈമൺ ജ്യൂസ് ചേർത്തിട്ടുണ്ട്. നമുക്ക് ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് കഴിക്കണം കേട്ടോ. നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. പക്ഷേ അത് ഷുഗർ സിറപ്പിൽ കുറച്ച് നേരം എടുക്കണം മുകളിൽ. നമ്മൾ ടെസ്റ്റ് ചെയ്യണം. നമ്മളെ ബഹുമാനപ്പെട്ട റാഷി വന്നിട്ടുണ്ട്, ബാരിസ്റ്റ യൂറോപ്പ്. അദ്ദേഹമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അവനെ കഴിച്ചിട്ട് അഭിപ്രായം പറയും. സ്പെഷ്യൽ ഗസ്റ്റാണ്. വിവരിക്കാനുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല. മധുരം കഴിക്കാത്തവർക്ക് ഇത് കഴിക്കണ്ട. അല്ല, മധുരം ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് കഴിക്കണ്ട. മധുരമുള്ള ഐറ്റംസ് ഒമാനികളെ ട്രഡീഷണൽ ഫുഡ്. ഒരു ട്രഡീഷണൽ ഫുഡാണ്. കഴിക്കാണ്ട് പിന്നെ ഒമാനിൽ വന്നിട്ട് കഴിച്ചില്ല എന്ന് അറിയാൻ പാടുണ്ടോ? നിങ്ങളിത് എങ്ങനെയത് വിവരത്തിനെ കുറിച്ചൊന്ന് വിവരിക്കും.